അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 5 വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ 5 വർഷം വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഒത്തിരിയേറെ കാര്യങ്ങളിൽ മുന്നിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഈ നാടിന് അതിനെക്കുറിച്ചുള്ള ഒരു ഗുണങ്ങളും ഉണ്ടായിട്ടില്ല. ഇതിവിടെ ഈ നാട്ടിൽ പട്ടയം കൊടുത്തു എന്ന് പറയുന്നത് 2016 പരേതനായ ശ്രീ ഉമ്മൻചാണ്ടി ഇരുന്നപ്പോൾ ഗവൺമെൻറ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ MLA ആയിരുന്ന MA വാഹീദ് അദ്ദേഹമാണ് ഈ പട്ടയത്തിന് വേണ്ടി പരമാവധി ശ്രമിച്ചതും ആ ഓർഡർ കൊണ്ടുവന്നു. ആ ഓർഡറും 2016 മാറി വന്ന സർക്കാർ ആ ഓർഡർ പൂഴ്ത്തിവെക്കുകയും അത് കുറേ നാളുകൾക്ക് ശേഷം നാട്ടിൽ കുറച്ച് പേർക്ക് പട്ടയം കൊടുക്കുകയും ബാക്കിയുള്ള ഞങ്ങളുടെ പൂർവികരുടെയും ഞങ്ങളുടെയും സമ്പത്തായിട്ടുള്ള ഈ സ്ഥലം ഗവൺമെൻറ് കയ്യേറാനായിട്ടുള്ള ശ്രമം നടത്തിയതിൻ്റെ മുഖ്യ പങ്ക് വഹിച്ചത് ഇന്നത്തെ MLA ആയിരിക്കുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. ഈ തീരദേശത്തിൻ്റെ വോട്ട് ആണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് ആ വോട്ട് കിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ആളുകളെയൊക്കെ വിഡ്ഢികളാക്കി കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ പള്ളിത്തുറക്കാരെ തന്നെ വിഡ്ഢികളാക്കിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളൊന്നും ഇവിടെ വില പോകുന്നതല്ല. പ്രാവശ്യം T. ശരത്ചന്ദ്ര പ്രസാദ് വൻ ഭൂരിപക്ഷത്തോട് ജയിക്കും എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നത്.